ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നമ്മുടെ MTA പ്രസിഡന്റ് റജീന അവർ, അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ പുൽപ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് PC അബ്ദുറഹ്മാൻ അവർ, അതുപോലെ നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിയിട്ടുള്ള ഹക്കീം പുൽപ്പറ്റ, നമ്മുടെ വാർഡ് മെമ്പർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK ഷാഫി, HM മുഹമ്മദ് മാസ്റ്റർ, അതുപോലെ ഫാത്തിമ സൂറ ടീച്ചർ, മറ്റു PTA MTA ഭാരവാഹികളെ, സഹപ്രവർത്തകരെ, പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് ഫെബ്രുവരി 15 ദേശീയ ഉറുദു ദിനം. ഗസലിന്റെയും സംഗീതത്തിന്റെയും മാധുര്യത്തിന്റെയും ഭാഷയായ ഉറുദു ഏറെ പ്രചാരത്തിലുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലാണ് ഉറുദു ഭാഷയ്ക്ക് ഏറെ പ്രചാരണം ലഭിച്ചത്. നമുക്കറിയാം, നമ്മുടെ ദേശീയ നേതാക്കളായ ഗാന്ധിജി, അതുപോലെ ജവഹർലാൽ നെഹ്റു, അബുൽ കലാം ആസാദ് പോലത്തെ നമ്മുടെ ദേശീയ നേതാക്കൾ അവരുടെ ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് ഉറുദു. നിങ്ങൾക്ക് എല്ലാം സുപരിചിതമായ സാരേ ജാം സെ അച്ഛാ എന്ന അല്ലാമ ഇഖ്ബാലിന്റെ ആ ഈരടികൾ ഉറുദുവിന്റെ സംഭാവനയാണ്. അല്ലാമ ഇഖ്ബാലിനെ പോലെ ഉറുദു സാഹിത്യ ലോകത്തിന് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയായിരുന്നു മീർസ ഗാലിബ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ദേശീയ ഉറുദു ദിനമായി നമ്മൾ ആചരിക്കുന്നത്. അദ്ദേഹം വളരെ ചെറുപ്പകാലം മുതൽ തന്നെ ഉറുദു സാഹിത്യത്തിന് വളരെയധികം സംഭാവനകൾ നൽകിയ വ്യക്തിയാണ്. വിലമതിക്കാനാവാത്ത ഗസലുകളും പദ്യങ്ങളും അദ്ദേഹത്തിന്റെ ഉറുദുവിന്റെ സംഭാവനകൾ നമുക്ക് എണ്ണി പറയാം. ദേശീയ ഉറുദു ദിനാഘോഷത്തിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമുക്കറിയാം, കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിൽ വരുന്ന പ്യാരി ഉറുദു പ്രോഗ്രാം. ഈ പ്യാരി ഉറുദു പ്രോഗ്രാമിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത് മേരി ആവാസ് സുനോ, മറ്റൊന്ന് പഴയം കേരളം. ഈ പഴയം കേരളം എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർഗാത്മക കഴിവുള്ള വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകി പ്രത്യേക പരിശീലനം നൽകുന്ന ഒരു പദ്ധതിയാണത്. അതുപോലെ തന്നെ മറ്റൊന്ന് മേരി ആവാസ് സുനോ, സംഗീതത്തിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് അതിനു വേണ്ട സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അത്. അതിന്റെ ഉദ്ഘാടനവും നമ്മുടെ മുഖ്യാതിഥി ഇവിടെ നിർവഹിക്കും. അതുപോലെ തന്നെ ഈ പരിപാടി വെച്ചിട്ട് സംസ്ഥാനതല ടാലന്റ് ടെസ്റ്റ് മത്സരത്തിലെ വിജയികൾക്കുള്ള അവാർഡ് ദാനവും സബ് ജില്ലാതല മത്സര വിജയികൾക്കുള്ള അവാർഡ് ദാനവും ഉറുദു ക്ലബിന്റെ കീഴിൽ നടത്തിയ വിവിധ പ്രവർത്തനങ്ങൾക്കുള്ള അവാർഡ് ദാനവും നമ്മൾ നടത്തുന്നതാണ്. ഏതായാലും ഇതിൽ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പുൽപ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് PC അബ്ദുറഹ്മാൻ സാഹിബ് അവരാണ്. അദ്ദേഹം എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യാതിഥിയായി എത്തിയിട്ടുള്ള ഹക്കീം പുൽപ്പറ്റ, നിങ്ങൾക്കറിയാം, മീഡിയ 14 റിയാലിറ്റി ഷോയിലൂടെ വളരെ പ്രസിദ്ധനായ ഇദ്ദേഹം ഇപ്പോൾ അരീക്കോട് SOHS മ്യൂസിക് ടീച്ചറായി വർക്ക് ചെയ്യുന്നു. തന്റെ ശിഷ്യഗണങ്ങളെ സംസ്ഥാന മേളകളിൽ 1ാം സ്ഥാനത്തെത്തിക്കാൻ അദ്ദേഹത്തിന്റെ ആ കഴിവുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രതിഭയാണ് നമുക്ക് ഇന്നത്തെ ഈ പരിപാടിക്ക് മുഖ്യാതിഥിയായി ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ MTA പ്രസിഡന്റ് റജീന അവരാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ, എല്ലാ പരിപാടികളും നമ്മുടെ സ്കൂളിൽ ഓടിയെത്തുന്ന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK ഷാഫി അവരെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുന്ന HM മുഹമ്മദ് മാസ്റ്റർ, സുഹറ ടീച്ചർ, അതുപോലെ ജമീല ടീച്ചർ, മറ്റു MTA PTA ഭാരവാഹികളെയും പ്രിയ വിദ്യാർത്ഥികളെയും എല്ലാവരെയും
ഉറുദു ക്ലബിന്റെ കീഴിൽ നടത്തപ്പെടുന്ന മെഹ്ഫിലെ ഉറുദു 2K24 എന്ന പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷത അലങ്കരിക്കുന്നതിന് വേണ്ടി എംപിഎ പ്രസിഡന്റ് റജീന അവരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മുടെ സലാമാഷ്ടം നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ പറഞ്ഞു തരികയും അതിന്റെ കൃത്യം നിർവഹിക്കാൻ ചടങ്ങിലേക്ക് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രഭാഷണം നടത്തിയ നമ്മുടെ മുഖ്യ അതിഥി പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ പ്രിയപ്പെട്ട ഷാജി, ബഹുമാനപ്പെട്ട എച്ച്.എം. മുഹമ്മദ് മാസ്റ്റർ, PTA എക്സിക്യൂട്ടീവ് മെമ്പർ പ്രിയപ്പെട്ട മുനിയറക്കൽ, സലാം മാസ്റ്റർ, റജീന, സുബ്ര ടീച്ചർ, സാഹിത്യ ടീച്ചർ, പ്രിയപ്പെട്ട സവാൽ മാസ്റ്റർ, മറ്റു അധ്യാപകരെ, വിദ്യാർത്ഥികൾ, സിസ്റ്റേഴ്സ് എന്നിവ സുഹൃത്തുക്കൾ, വിശദമായി സംസാരിക്കുന്നില്ല. മുഹമ്മദിൽ BMS UP സ്കൂളിലെ മസ്ജിദിലെ ഉറുദു 2K2024 ദേശീയ ഉറുദു ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടിയാണ്. ഉറുദു ക്ലബിൻ്റെയും അതുപോലെ തന്നെ മറ്റു വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടത്തുന്ന പരിപാടിയാണ്. ഞാൻ ഈ സ്കൂളിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിലെ HM നമ്മൾ പൊതുപരിപാടിയിൽ പറയുകയുണ്ടായി. നമ്മുടെ BMS UP സ്കൂളിൽ മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികൾ വരെ പുറത്തേക്ക് പോകുന്നുണ്ടാവില്ല എന്ന് ഉറപ്പ് കഴിയും. അത് നമ്മുടെ പുൽപ്പറ്റ പഞ്ചായത്തിലെ ഏതൊരു സ്കൂള് BMS UP സ്കൂളാണ്. അപ്പോൾ അത് PTA-യും അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരും കുട്ടികളൊക്കെ നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗം തന്നെയാണ് ഉറുദു ക്ലബിൻ്റെ പേരിൽ ദേശീയ ഉറുദു ദിനാഘോഷം. ദിനാഘോഷങ്ങളൊക്കെ ഓരോ വർഷവും ഓരോ ദിനാവകാശങ്ങളുണ്ട്. അറബിയുമായി ബന്ധപ്പെട്ട് ഭാഷകൾ, സംസ്കൃതവുമായി ബന്ധപ്പെട്ട് ഹിന്ദിയുമായി ബന്ധപ്പെട്ടൊക്കെ ദിനാഘോഷങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് വളരെ കറക്റ്റായി അതാത് സമയങ്ങളിൽ നമ്മുടെ അധ്യാപകർ നമ്മുടെ കുട്ടികളെ അതിലേക്ക് വേണ്ട പരിശീലനം നടത്തി അതുമായി ബന്ധപ്പെട്ട വിവിധ മത്സര പരീക്ഷകളിൽ നല്ല മാർക്ക് നേടിയ കുട്ടികളെ ആദരിക്കുക എന്നുള്ള ചടങ്ങുകൾ വളരെ മാതൃകാപരമായിട്ടുള്ള ചടങ്ങുകളാണ്. നിങ്ങൾക്കറിയാം, ഉറുദു ഭാഷയെക്കുറിച്ച് പ്രിയപ്പെട്ട പ്രഭാഷണത്തിൽ സലാമാശുണ്ടായി. നമ്മുടെ ദേശീയ നേതാക്കളൊക്കെ അതുപോലെ തന്നെ അബ്ദുൽ കലാം മാസ്റ്ററൊക്കെ അറിയപ്പെടുന്ന നേതാക്കൾ ഉറുദു ഭാഷയുമായി ബന്ധപ്പെട്ട കവികളും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ആളുകളാണ്. നമ്മുടെ കുട്ടികൾക്ക് ഉറുദു ഭാഷ നിങ്ങൾക്കറിയാം, വളരെ ഏത് സംസ്ഥാനത്ത് ചെന്നാലും ഉറുദു ഭാഷ ഹിന്ദി ഭാഷയുമായി സാമ്യമുള്ള ഭാഷയാണ്. എഴുത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പല അർത്ഥങ്ങളും ഹിന്ദിയും അതുപോലെ തന്നെ ഉറുദുവുമായി സാദൃശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ കുട്ടികളെ ആദരിക്കലും അതുപോലെ തന്നെ ഈ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കുട്ടികൾക്ക് കൂടുതൽ പ്രയോജനമാവും. കുട്ടികൾക്ക് ഈ ഭാഷയുമായി ബന്ധപ്പെട്ട് പഠിക്കാനും ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനൊക്കെ. ഇത് പഠിക്കാത്ത കുട്ടികളുണ്ട്. അറബി ഭാഷ മെയിനായിട്ട് എടുത്തിട്ട് കുട്ടികളുണ്ടാവും, മലയാളം എടുത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ കൂടുതൽ ഈ ഉറുദു ഭാഷയുമായി സംബന്ധിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഇത്തരം ദിനാഘോഷങ്ങളെ കൊണ്ട് പരിപാടികൾ നടത്തുന്നത് പ്രയോജനപ്രദമാകുന്നത് തീർച്ചയാണ്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല എന്നുള്ള മുഖ്യ അതിഥി സ്കൂളിൽ നിന്ന് ലീവെടുക്കാതെ വന്നിട്ടുള്ള അധ്യാപകനാണ്. നമുക്ക് പല കാര്യങ്ങളും മുഖ്യമായ പങ്കുവഹിച്ചിട്ടുള്ള നമ്മുടെ അധ്യാപകന് മുഖ്യാതിഥിയായിട്ട് കിട്ടിയതിൽ തന്നെ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ട മോട്ടിവേഷനൊക്കെ അദ്ദേഹം നൽകുന്നത് തീർച്ചയായും. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമുക്ക് പ്രത്യേകിച്ച് GST മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എനിക്കും സാങ്കേതിക ചെയർപേഴ്സണൊക്കെ എത്തേണ്ടതുകൊണ്ട് ഈ പരിപാടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് എല്ലാ ഭാഗങ്ങളും പരിപാടി സംഘടിപ്പിച്ച അധ്യാപകരെയും അതുപോലെ PTA അംഗങ്ങളെയും അഭിനന്ദിക്കുന്നു. നമ്മുടെ ഭാഷ ക്ലാസ്സും അതുപോലെ കാര്യങ്ങളൊക്കെ കേൾക്കാനാണ് നിർവഹിക്കുന്നത്. അതുകൊണ്ട് ഈ
ഹലോ. ഓക്കെ, എന്തൊക്കെയാണ്? സുഖാണോ? സുഖമാണോ? ഓക്കെ, നമുക്ക് കുറച്ച് നല്ല പാട്ടുകളൊക്കെ പാടണം എന്ന് പറഞ്ഞിട്ടാണ് മാഷ് എന്നെ വിളിച്ചിട്ടുള്ളത്. എങ്കിലും ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നത് കൊണ്ട് ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട നമ്മുടെ PC സലാം മാഷ്, അതോടൊപ്പം ഉദ്ഘാടകൻ PC അബ്ദുറഹിമാൻ സാഹിബ്, നിങ്ങളുടെ മെമ്പർ, പ്രിയപ്പെട്ട എൻ്റെ അധ്യാപകരെ, സുഹൃത്തുക്കളെ, പറഞ്ഞ പോലെ ഞാനും ഒരു PC ആണ്, അതുകൂടെ ഞാൻ ഈ കൂട്ടത്തിൽ പറയാൻ. ആദ്യം തന്നെ എല്ലാവരോടും ആദാബ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. സലാം മുടക്കാൻ മടിയുണ്ടോ? അസ്സലാമു അലൈക്കും. ഓക്കെ, 2023-24 അധ്യയന വർഷത്തിലെ ഈ ഒരു ഉറുദു ദേശീയ ദിനത്തിൽ ഒരു വിശിഷ്ട അതിഥിയായി പങ്കെടുക്കാൻ സാധിച്ചതിൽ ആദ്യം തന്നെ സ്കൂളിനോടും ചെമ്മിനോടും എല്ലാവരോടും ആദ്യം തന്നെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും ഉറുദു പഠിക്കുന്ന കുട്ടികളാണോ? ആണോ? കുറെ പേര് പഠിക്കുന്നുണ്ട് അല്ലേ? ഈ ഉറുദു ഭാഷയുമായിട്ട് എനിക്കുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞിട്ടെ. ഇതിൽ ഉറുദു എഴുതാൻ അറിയുന്നവരുണ്ടോ? എഴുതാൻ അറിയുന്നവരുണ്ടോ? വായിക്കാൻ അറിയുന്നവരുണ്ടോ? എനിക്ക് ഉറുദുവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഉറുദു വായിക്കാനും അറിയില്ല, എഴുതാനും അറിയില്ല എന്നുള്ളതാണ് ഉറുദുവുമായിട്ടുള്ള എനിക്കുള്ള ഏറ്റവും അടുപ്പുള്ള ബന്ധം. പക്ഷേ എടുത്തു പറയുന്ന ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യം ഒരു സമ്മാനം മേടിച്ചു തന്നതും, അതല്ലെങ്കിൽ എൻ്റെ ഈ അധ്യാപന ജീവിതത്തിൽ ഈ ഒരു സമയത്തും എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ വാരിക്കൂട്ടാൻ സാധിച്ചതും ശരിക്കും എന്നെ കൂടുതലും ഹെൽപ്പ് ചെയ്തതും ഈ ഉറുദു എന്ന ഭാഷയാണ്. ഇപ്പോ ഈ കഴിഞ്ഞ സംസ്ഥാന കലോത്സവത്തിൽ, അതായത് കഴിഞ്ഞ 4 വർഷമായിട്ട് തന്നെ, കഴിഞ്ഞ 4 വർഷമായി സംസ്ഥാന കലോത്സവത്തിൽ ഉറുദു സംഘഗാനത്തിൽ എന്റെ മക്കൾക്കായിരുന്നു 1ാം സ്ഥാനം കിട്ടിയിരുന്നത്. അതോടൊപ്പം UPയും അതുപോലെ തന്നെ ജില്ലാ കലോത്സവത്തിൽ ഒരു 3-4 വർഷമായിട്ട് എന്റെ കുട്ടികൾക്കാണ് ഉറുദു സംഘഗാനം 1ാം സ്ഥാനം വരുന്നത്. ഈ വർഷം അതുപോലെ നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഹാട്രിക് സംഘഗാനം പഠിച്ചതിൽ 3ാമതായി ഞങ്ങൾക്ക് സമ്മാനം കിട്ടിയത് ശരിക്കും ഉറുദു സംഘഗാനം UP ഹൈസ്കൂൾ. അതോടൊപ്പം ഉറുദു കവിതയിലാണ് 3-4 വർഷമായിട്ട് ഞങ്ങൾ സംസ്ഥാന തലത്തിലേക്ക് പോകുന്നത്. ഞാൻ ഒരു ഉറുദു ഭാഷ കൈകാര്യം ചെയ്യുന്ന അധ്യാപകനല്ല. നിങ്ങളെപ്പോലെ ഞാൻ എടുത്ത ഭാഷ എന്ന് പറഞ്ഞിട്ട് അറബിയാണ്. അറബി മാത്രമേ ഞാൻ ലാംഗ്വേജ് ആയിട്ട് ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഉറുദു എനിക്ക് അറിയില്ല. പക്ഷെ ഈ ഒരു പ്രൈസ് ഒക്കെ കിട്ടിയതിനു ശേഷം കൂടുതലും ഉറുദു ഭാഷയെ കുറിച്ച് പഠിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഒരുപാട് നല്ല നല്ല വസലുകൾ കേൾക്കാൻ തുടങ്ങി. ഇഷ്ടം പോലെ പാട്ടുകൾ നമുക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് അറിയാവുന്ന ഉറുദു പാട്ട് പറയൂ. നിങ്ങൾ ഉറുദു അറിയുന്ന പാട്ടുകൾ ഏതെങ്കിലും ആർക്കെങ്കിലും അറിയോ? ഉറുദു പാട്ടുകൾ ഏതെങ്കിലും? ഏതാ? നേരത്തെ തുടക്കത്തിൽ മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഉറുദു പാട്ട്. ഏതാ അത്? ഏതാ? എല്ലാവരും ഒരുമിച്ച് പാടും. റെഡിമാട്ട്. അതുപോലെ ഈ നമ്മുടെ ഈ ഉറുദു ഭാഷയെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും പാകിസ്ഥാനി ഉറുദു പാട്ടുകൾ ഒരുപാടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങളുടെ വായിലൂടെ പാടിയ കുറെ പാകിസ്ഥാനി പാട്ടുകളുണ്ട് ഉറുദു. ഏതൊക്കെയൊന്നും പറയാൻ പറ്റും? ഞാൻ പറയാം, നിങ്ങളൊക്കെ കൂടെ പാടും. പാടോ? തൂ കുജാ മൻ കുജാ, तू कुजा मन कुजा, तू कुजा मन कुजा, तू कुजा मन कुजा. तू अमीरे करम मैं फकीरे नजम, तू अमीरे
അറിയില്ല അല്ലേ? ഓക്കെ, പാകിസ്ഥാനി ഉറുദു പാട്ട് ഒരുപാട് ഹിറ്റ് പാട്ടുകൾ, അറബി പാട്ട് എന്ന പോലെ തന്നെ ഒരുപാട് ഹിറ്റ് പാട്ടുകൾ ഉറുദു ഇപ്പൊ നമ്മളൊക്കെ ശരിക്കും യൂട്യൂബിൽ കേൾക്കുന്നുണ്ട്. ശരിക്കും ഭാഷകൾക്കപ്പുറം ഇന്ന് നിങ്ങളും ഞാനും നമ്മളെല്ലാവരും ശരിക്കും പാട്ട് കേൾക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഓക്കെ, ഇപ്പോ എന്റെ സ്കൂളൊക്കെ ശരിക്കും കുട്ടികൾ കാണാൻ പലപ്പോഴും ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ഭയങ്കരമായി പാട്ട് ആസ്വദിക്കും, തലയെക്കാട്ടി നന്നായി ആസ്വദിക്കും. പക്ഷെ ഈ ആസ്വദിക്കുന്ന കുട്ടിക്കോ ആളുകൾക്കോ അറിയില്ല ഇതേതാ ഭാഷ. അറിയോ? പല കുട്ടികളും ഇംഗ്ലീഷ് പാട്ട് കേൾക്കുന്നവരുണ്ട്, അറബി പാട്ട് കേൾക്കുന്നവരുണ്ട്, ഉറുദു പാട്ട് കേൾക്കുന്നവരുണ്ട്, പല ഭാഷയിലും പാട്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ പലരും ഭാഷകൾക്ക് അപ്പുറം ഭാഷ അറിയാതെയാണ് ശരിക്കും പാട്ടുകളൊക്കെ കേൾക്കുന്നത്. അല്ലേ? ശരിയല്ലേ? ഒരുവിധം കുട്ടികൾക്കും ഹിന്ദി പാട്ടുകൾ ഇഷ്ടമല്ലേ? ഹിന്ദി പാട്ട് ഇഷ്ടമല്ലേ? ഇല്ലേ? എന്നാൽ ആ ഹിന്ദി പാട്ടിന്റെ ഒക്കെ അർത്ഥം അറിഞ്ഞിട്ടാണോ നമ്മൾ ആ പാട്ട് ആസ്വദിക്കുന്നതാണോ? ആണോ? അല്ല. ഭാഷകൾക്ക് അപ്പുറം ഇന്ന് നമ്മൾ ശരിക്കും സംഗീതത്തിലൂടെ പല പാട്ടുകളും പല ഭാഷകളും നമ്മൾ പരിചയപ്പെടുന്നു. നമുക്ക് കുറച്ച് നല്ല പാട്ടുകളൊക്കെ പാടണം. അതിനു മുമ്പ് ഞാൻ എൻ്റെ ഉറുദു ഭാഷയുമായിട്ടുള്ള എൻ്റെ ഒരു കുട്ടിക്കാലം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് കുറച്ച് നല്ല പാട്ടുകൾ നമുക്ക് പാടാം. 1999, 2002 കാലഘട്ടം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ നിങ്ങളെ പോലെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ഉറുദു അധ്യാപകൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉറുദു അധ്യാപകൻ ഇവിടെയല്ലേ? ഇല്ലേ? ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന, എനിക്ക് പ്രിയപ്പെട്ട ഒരു ഉറുദു അധ്യാപന ചിലപ്പോൾ നിങ്ങളൊക്കെ ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ അറിയാം. തോട്ടേക്കാട് സ്കൂളിലെ നമ്മുടെ ഉറുദു അധ്യാപകൻ സമദ് മാഷ. അറിയുന്നവരുണ്ടായേക്കാം. ഞാൻ 5ൽ പഠിക്കുമ്പോൾ സമദ് മാഷ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നമ്മുടെ ഞാൻ ഈ മദ്രസയിലൊക്കെ ശരിക്കും നന്നായി പാട്ടുകളൊക്കെ പാടാറുണ്ടായിരുന്നു. അപ്പോ മാഷ് പറഞ്ഞു, മദ്രസയിലൊക്കെ പാട്ട് പാടുന്നത് കൊണ്ട് ഈ വരുന്ന കലോത്സവത്തിന് ഹക്കീം ഒരു കവിത ഉറുദു പദ്യത്തിന് പങ്കെടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ മാഷോട് പറഞ്ഞു, ഞാൻ അറബിയാണ് പഠിക്കുന്നത്, ഉറുദു വായിക്കാനും അറിയില്ല, എഴുതാനും അറിയില്ല, പിന്നെ എങ്ങനെ ഞാൻ ഉറുദു പദ്യം പാടും? അപ്പൊ മാഷ് നിരന്തരം നിർബന്ധിക്കും, ഉറുദു പദ്യം പാടി ഒന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ വാപ്പയുമായിട്ടൊക്കെ സംസാരിച്ചു മാപ്പിളപ്പാട്ടൊക്കെ പാടുമായിരുന്നു. എങ്കിലും സമദ് മാഷ് നിർബന്ധപ്രകാരം ആദ്യമായിട്ട് എന്നെ ഒരു ഉറുദു പദ്യം പഠിപ്പിച്ചു. അതെങ്ങനെയായിരുന്നു? എന്താ ഇതിന്റെ അർത്ഥം അറിയോ? സ്വർഗത്തിലെ ഒരു ഞാൻ ഇഷ്ടപ്പെടുന്ന രാജ്യം പോലെ ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ നല്ലൊരു കവിത അന്ന് മാഷിക്ക് അറിയാവുന്ന രീതിയിൽ എനിക്ക് പാടി തന്നിരുന്നു. അതിങ്ങനെയായിരുന്നു, सुहाना है सुंदर है सारा वतन हमारा वतन प्यार प्यारा वतन हिमालयी ज़माने में मशहूर है जब ऊंचा है दुनिया से बहुत दूर है हिमालयी ज़माने में मशहूर है जब ऊंचा है दुनिया से बहुत दूर है ये बहुत दूर रिश्ता हमारा वतन प्यार प्यारा वतन ये बहुत दूर रिश्ता हमारा वतन प्यार प्यारा वतन न हो क्यों हमें दिल से प्यारा वतन ये जन्नत का टुकड़ा हमारा वतन. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാനൊരു സബ്ജില്ല കലോത്സവത്തിൽ ആദ്യമായി ഞാൻ പങ്കെടുക്കുന്നത് ഒരു ഉറുദു പദ്യത്തിലാണ്. അങ്ങനെ തുടർന്നുള്ള സബ്ജില്ല കലോത്സവങ്ങളിലൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു. 2007, 8, 9 ഞാൻ പൂക്കോട്ടൂർ സ്കൂളിലായിരുന്നു. ഞാൻ തൊട്ടടുത്ത താമസക്കാരനാണ്, കോട്ടയക്കാണ് ഞാൻ
ഈ പറഞ്ഞ പോലെ നേരത്തെ സലാമാഷ് ഇവിടെ പറഞ്ഞ പോലെ മീഡിയ പോലെ റിയാലിറ്റി ഷോകളിലും കുറെ വിദേശ പ്രോഗ്രാമുകളും അതുപോലെ 2019 എന്റെ സബ്ജക്റ്റിലെ PSCയിൽ ഫസ്റ്റ് റാങ്ക് ലഭിച്ചു എന്നുള്ളത്. അതുപോലെ ഇപ്പോ മലപ്പുറം PSC ലിസ്റ്റിൽ ശരിക്കും സെക്കൻഡ് റാങ്കിൽ ഞാൻ ഇരിക്കുന്നത്. അതോടൊപ്പം നേരത്തെ നമ്മുടെ മാഷ് പറഞ്ഞ പോലെ സുല്ലമുസലാം ഏകദേശം 4000-ഓളം കുട്ടികൾ പഠിക്കുന്ന സുല്ലമുസലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗീത അധ്യാപകർ 2017 ഞാൻ അവിടെ ജോയിൻ ചെയ്തു. 2017 മുതൽ ഇന്ന് വരെ ഞാൻ ഉറുദു സംഘഗാനം അവിടെ ജില്ലയിൽ 1ാം സ്ഥാനമാണ്, സംസ്ഥാനത്ത് ഞങ്ങൾ 1ാം സ്ഥാനമാണ്. 2017 മുതൽ അടുപ്പിച്ചിങ്ങോട്ട് ഉറുദു പദ്യം 1-2 വർഷം മിസ്സായി എന്നല്ലാതെ ബാക്കിയുള്ള എല്ലാ വർഷവും ഉറുദു ഭാഷ ശരിക്കും ഒരുപാട് നല്ല സമ്മാനം എനിക്ക് തന്നു എന്ന് പറയാം. ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നെ പരിചയപ്പെടുത്താനോ എന്റെ ബയോഡാറ്റ പറയാനൊന്നും അല്ല. ഞാൻ ഇത്രയും പറയാൻ കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് 2 വാക്ക് ഉറുദു ഭാഷ അറിയില്ലെങ്കിൽ പോലും ഉറുദു ഈ ഒരു ദിനാചരണ പരിപാടിയിൽ പങ്കെടുത്ത് 2 വാക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും അതിന്റെ കാരണക്കാരനാണ് ആരാ? ഏത് മാഷ്? സമദ് മാഷ് നിരന്തരം ഉറുദു അധ്യാപകനായ സമദ് മാഷ് നിരന്തരം എന്നെ പാട്ടുപാടാൻ നിർബന്ധിച്ച് അന്ന് പ്രഷർ ചെയ്ത് എന്നെ ഒരു പാട്ട് പാടിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ പറഞ്ഞ കുറെ അധ്യാപകരുടെ കൂടെ ജോലി ചെയ്യാൻ സാധിച്ചതും ഇതുപോലെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചതും ഒരുപാട് വേദികളിൽ പങ്കെടുക്കാൻ സാധിച്ചതും നിങ്ങളെ കാണാനൊക്കെ സാധിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് നല്ല പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്നതും ശ്രമിച്ചാൽ നടക്കാത്ത ഒന്നാണ്. 2017 ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അടുത്ത ജില്ലാ കലോത്സവത്തിൽ ഉറുദു സംഘഗാനം, അറബിക് സംഘഗാനം, മലയാള സംഘഗാനം എന്നീ ഇനങ്ങളൊക്കെ വരും വർഷങ്ങളിൽ ജില്ലയിൽ ഞാൻ 1ാം സ്ഥാനം നേടും എന്നൊരു വാശി എനിക്കുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഏറ്റവും അത്ഭുതം എന്ന് പറയും, നിങ്ങൾ ആലോചിച്ച് നോക്ക്, സംസ്ഥാന തലത്തിൽ ഉറുദു സംഘഗാനം 1ാം സ്ഥാനം കിട്ടിയ ഉറുദു സംഘഗാനത്തിന്റെയും ഉറുദു പദ്യത്തിന്റെയും രചയിതാവ് എന്ന് പറയുന്നത് ശരിക്കും എന്റെ നാട്ടുകാരാണ്. നമ്മുടെ മഞ്ചേരി HMI സ്കൂളിൽ പഠിപ്പിക്കുന്ന നമ്മുടെ അബ്ദുള്ള മാഷ് ഉണ്ട്, കോട്ടയക്കാട്. നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഉണ്ടാവും. KP അബ്ദുള്ള മാഷ്. അദ്ദേഹമാണ് 4 വർഷമായിട്ടും ഉറുദു കവിതകളും ഉറുദു സംഘഗാനങ്ങളൊക്കെ രചിക്കുന്നത്. ഇതുപോലെ നമുക്ക് തേടിപ്പിടിക്കാൻ പറ്റാവുന്ന ഒരുപാട് പ്രതിഭകളും അധ്യാപകരും നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ നെറ്റിപ്പറ്റി കൊണ്ടുപോകട്ടോ. ഞാൻ ഉറുദു ഭാഷയുമായി ബന്ധപ്പെട്ട് എനിക്കുള്ള ഒരു പരിചയം ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരുപാട് സമ്മാനങ്ങൾ എനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് നിങ്ങളുടെ കഴിവുകളൊക്കെ ഇപ്പോ ഈ കലാമേഖലയിലൊക്കെ ഒരുപാട് സാധ്യതകളുള്ള കാലഘട്ടമാണ്. ഒരുപാട് സാധ്യതകളാണ്. നിങ്ങൾ ആലോചിച്ചു, ആർട്ട് എഡ്യൂക്കേഷനിൽ ഏകദേശം 68ഓളം അധ്യാപകർ ഇപ്പൊ ജോയിൻ ചെയ്യാൻ പോകുന്നു. 70ഓളം സംഗീത അധ്യാപകർ ജോയിൻ ചെയ്യുന്നു. ഒരുപാട് പേര് കല എന്നല്ല, സ്പോർട്സ് ആവട്ടെ, ഏത് മേഖലയാണെങ്കിലും ഞാൻ പറയാറുണ്ട്, ചിത്രം വരയ്ക്കുന്നവർ ചിത്രം വരച്ചോട്ടെ, പാട്ട് പാടുന്നവർ പാട്ട് പാടിക്കോട്ടെ, ഓടുന്നവർ ഓടിക്കോട്ടെ, ഡാൻസ് ചെയ്യുന്നവർ ഡാൻസ് ചെയ്തോട്ടെ. ഏത് മേഖലയിലാണ് കഴിവെങ്കിൽ അത് അധ്യാപകരെ തിരിച്ചറിയും. നിങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റുന്ന കഴിവുകളൊക്കെ ഏത് മേഖലയാണെങ്കിലും മാക്സിമം പൊടി തട്ടി അധ്യാപകരെ കാണിച്ചുകൊണ്ട് എന്താ പറയാ, നിങ്ങളൊക്കെ എന്തെങ്കിലും ചെറിയ രീതിയിൽ നമ്മൾ ഈ പഠനത്തിന്റെ കൂടെ തന്നെ എക്സ്ട്രാ എന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണിച്ചുകൊണ്ട് നിങ്ങളൊക്കെ നാളെയുടെ നല്ല വക്താക്കളാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പറഞ്ഞ പോലെ ഈ നിങ്ങളുടെ കുട്ടികൾക്ക് ഈ കലാമേഖല അല്ലാതെ തന്നെ സ്പോർട്സ് ആവട്ടെ, ആർട്സ് ആവട്ടെ, ഇപ്പോൾ വർക്ക് എക്സ്പീരിയൻസിൽ കഴിവുള്ള കുറെ കുട്ടികളൊക്കെ ഉണ്ടാണ്. അപ്പൊ അതൊക്കെ അധ്യാപകർ തിരിച്ചറിയും. നിങ്ങളുടെ കഴിവുകളൊക്കെ മാക്സിമം അധ്യാപകർ കാണിച്ചുകൊണ്ട് നല്ല കുട്ടികളെ നാളെയുടെ നല്ല വക്താക്കളാകാൻ പറ്റട്ടെ. ഈ ഭാഷ കൊണ്ടും ഭാഷാ വൈവിധ്യങ്ങൾ കൊണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരും കാലങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു നമുക്ക് പ്രഭാഷണമൊന്നുമല്ല, ഞാൻ പാട്ട് പാടുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്ക് 1-2 പാട്ടുകളൊക്കെ പാടാം. 4 വരി പാടിക്കഴിഞ്ഞാൽ അതിന്റെ ബാക്കി 4 വരി ആരെങ്കിലും പഠിക്കുക. പാടിത്തരുന്ന ആൾക്ക് എന്തായാലും ഏറ്റവും ഒരു സമ്മാനം തരും. ഏറ്റവും നല്ലൊരു സമ്മാനം തരും. ഞാനൊരു 4 വരി നമുക്ക് ഉറുദു ഭാഷയിൽ തന്നെ പാട്ട് പാടാം. അതോ സിനിമ പാട്ട് മതിയോ? അതോ മാപ്പിളപ്പാട്ട് മതിയോ? മാപ്പിളപ്പാട്ട് മതി. ഞാനൊരു മാപ്പിളപ്പാട്ട് പാടാം. അത് നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നിങ്ങൾക്ക് മാത്രമല്ല അറിയാവുന്ന അധ്യാപകരോട് അവർക്ക് പാടാൻ നമുക്ക് അവസരം കൊടുക്കാം. ചിലപ്പോൾ ഈ സലാമാഷൊക്കെ നന്നായി പാടാൻ അയാളും PC ആണ്, ഞാനും PC ആണ്, ഞങ്ങളൊക്കെ PC ആയിരുന്നു. PC കുടുംബം തന്നെ ഒരു കലാ കുടുംബമാണെന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും സലാമാഷ പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. എങ്കിലും
അതിൽ നിന്ന് അധ്യാപകരോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ ഒന്ന് പാടിത്തന്നു. ഞാൻ പാടട്ടെ മാപ്പിളപ്പാട്ടായിക്കോട്ടെ കേട്ടോ. പാഠപുസ്തകത്തിൽ വായിൽ തീരി വച്ച് കൊണ്ട് തീരി പെറ്റ് കൂട്ടുമെന്ന് നീ പറഞ്ഞു പണ്ട്. ഉപ്പ് കൂട്ടി പച്ചവാഴ നമ്മളത്ര തിന്ന് ഇപ്പോഴാ കാലങ്ങളെ അപ്പടി മറന്നു. ബാക്കി ആരും പാടും. ആദ്യം പറഞ്ഞു എനിക്ക് ഒരാൾ ഇഷ്ടം മയക്കുന്നു ഭാഷ കോൺഗ്രസ് നോക്കണം അതിനൊരു സമ്മാനം കിട്ടണം. ഓക്കെ, ആദ്യം ഒരാളോ പാടട്ടെ. ഓക്കെ, റെഡി നല്ലൊരു കൈയ്യടി കൊടുക്കണം എല്ലാവർക്കും. റെഡി, തുടങ്ങിയാൽ മതി, ഞാൻ ബാക്കി കൂടി തരും. ഏതോ ഒരു ഭാഷ പാടാൻ റെഡിയായിട്ട് വരുന്നു. അല്ലെങ്കിൽ സലാമാഷൊക്കെ പാടും. നമ്മള് ആര് പാടും? ബാക്കിലാണ് അവർ ടീച്ചർ വെയിറ്റ് ചെയ്യുന്നത്. തീരി വച്ച് കൊണ്ട് തീരി വെച്ച് കൂട്ടുമെന്ന് നീ പറഞ്ഞു പണ്ട്. ഉപ്പ് കൂട്ടി പച്ചമാകാൻ നമ്മളത്ര തിന്ന് ഇപ്പോഴാ കാതകളെ അപ്പടി മറന്ന്. പള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലം. ആ കോന്തലക്കൽ നീയനിക്കാൻ കിട്ടിയാലില്ല കണ്ണു ചൂരൻ ശീലെ നമ്മുടെ. ആ ടീച്ചർക്ക് നല്ലൊരു കഴിവ്. ഇതിന്റെ തുടക്കമാണ് പാടുന്നത്, പല്ലവിയാണ്, സ്റ്റാർട്ടിംഗ് ലൈനാണ് പാടുന്നത്. ആര് പാടും? ദിൽ കോ കരാരാ പെരി പെരി ഭാരാ ഓ യാരാ. റെഡി, നല്ലൊരു കൈയ്യടി കൊടുക്കുന്നു. കണ്ട് മോഹിച്ചു സംഗതി കൊണ്ട് ദാഹിച്ചു എൻ മലരെ നമ്മളെല്ലാം രാജ്യക്കാരല്ലേ എന്നൊരു വിചാരവും സന്തോഷം നിനക്കില്ലേ. ഏതാ സിമ്പിൾ ആയിട്ടുള്ള മൈക്കൊന്ന് ടീച്ചർ നന്നായി പാടാം. ഞാൻ കൂടെ പാടാം. അതെ അതന്നെ ഞങ്ങളെ പി സി കൊണ്ടുപോകണല്ലോ, എന്റെ പവറാണ് കാണുന്നത്.
ചുമ്മായിട്ട് ചുണ്ടി നടക്കുന്ന സുഖത്ത് നമുക്കുണ്ട് നാട്ടിലേ കരയെന്തെന്നറിയുന്നു നാളെ കിടക്കുന്ന കവർന്ന ഭയങ്കര വീട്ടിലേ. നല്ലൊരു കൈ. മോഹനാദിച്ച
അധ്യാപകന്മാര്, അതുപോലെ പേർഷ്യ, അതുപോലെ അറബി, ഉറുദു, ഹിന്ദി ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഭാഷയാണ് ഇത് ഉറുദു. അപ്പൊ എല്ലാവരും ഉറുദു അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഉറുദു പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഹിന്ദിയാന്ന് വിചാരിക്കും അല്ലേ? അപ്പൊ പഠിക്കുക. ഹക്കീം പുൽപ്പറ്റ നമ്മുടെ അതിഥി പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങള്. നല്ല പാടാൻ കഴിവുള്ളവരുണ്ട്, അവരൊക്കെ നന്നായിട്ട് പാടുക, പാടി പഠിക്കുക കേട്ടാ. ബഹുമാനപ്പെട്ട വിദ്യാർത്ഥി ദേശീയ ഉറുദു ദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെട്ട എന്ന പരിപാടിയാണ് നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും സംസാരിക്കുന്നത് അവസാനിപ്പിക്കണം. ഈ പരിപാടി തിരിച്ചുവിടുന്ന പ്രസംഗങ്ങൾ നടക്കുന്നത്. ഇവിടെ നമുക്ക് മുഖ്യാതിഥിയായിട്ട് എത്തിയിട്ടുള്ള ഹക്കീം പുൽപ്പറ്റ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ നിന്ന് വളർന്നു വന്ന ഒരു കുട്ടിയാണ്. നിങ്ങളെ ഉപ്പാർക്കൊക്കെ അറിയാം, ചോദിച്ചാൽ അറിയാം. പുൽപ്പറ്റക്കാരൻ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ പാട്ട് പാടിയും ഗാനങ്ങൾ രചിച്ചും നടത്തിയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇന്ന് ഹക്കീം പുൽപ്പറ്റ എന്ന പേരിൽ അറിയപ്പെട്ടത്. മീഡിയ 14 ഫിലിമായിട്ട് ഇന്ന് സുലഭുസലാം നമ്മുടെ ജില്ലയിലെ ഏറ്റവും നല്ല സ്കൂളെന്ന് അറിയപ്പെടുന്ന സമൂഹ മേഖലയിലും മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ് സുലഭുസലാം. ആ സ്കൂളിലെ മ്യൂസിക് അധ്യാപകനായിട്ടുള്ള ഹക്കീം പുൽപ്പറ്റയാണ് ഇന്ന് നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. അദ്ദേഹം ധാരാളം പാട്ടുകൾ പാടി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇനിയും ഒരുപാട് പാട്ടുകൾ പാടാൻ നമുക്ക് അവസരം ഉണ്ടാകും. അതിനുവേണ്ടി നമ്മൾ അടുത്ത വാർഷികം മറ്റ് പരിപാടികളൊക്കെ നമ്മുടെ സ്കൂളിൽ നടക്കുന്നുണ്ട്. ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാകാരന്മാരെ നമ്മൾ പരിചയപ്പെടുത്തും. അതുകൊണ്ട് ഇതൊക്കെ നമുക്കൊരു പ്രചോദനമാണ്. നമ്മളിവിടെ വർത്തമാനം പറയുമ്പോൾ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ഇടയിൽ നിന്ന് കോട്ടക്കാട് സ്കൂളിൽ പഠിച്ച് അവിടുത്തെ ഉറുദു അധ്യാപകന്റെ പ്രോത്സാഹനത്തിന് വളർന്നു വന്ന് ഇന്ന് നമ്മുടെ സ്കൂളിലെ ഒരു അതിഥിയായിട്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധ്യമായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അധ്വാനവും ജന്മസിദ്ധമായി കിട്ടിയിട്ടുള്ള കഴിവ് കൂടിയാണ്. നമുക്ക് രണ്ട് തരത്തിൽ കഴിവ് കിട്ടും. ഒന്ന് ട്രഡീഷണൽ പാരമ്പര്യമായിട്ട് നമുക്ക് കഴിവുണ്ടാവും. അതോടൊപ്പം തന്നെ ആ കഴിവുകൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ടെക്നിക്കലായിട്ട് നമുക്ക് കഴിവുണ്ടാകണമെങ്കിൽ നമ്മൾ ഗുരുനാഥന്മാരുടെ ഇടയിൽ പോയിട്ട് പാട്ട് പഠിച്ച് അത് പ്രാവർത്തികമാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഉന്നത നിലവാരം പുലർത്താൻ സാധിക്കുള്ളൂ. അപ്പം ഹക്കീം പുൽപ്പറ്റ നമുക്കൊരു മാതൃകയാണ്. ആ മാതൃക നിങ്ങൾ പിൻപറ്റണം. നമ്മളിടയിലും അദ്ദേഹം ഇവിടെ പാട്ട് പാടിയപ്പോൾ ചില കുട്ടികളൊക്കെ വളരെ മനോഹരമായിട്ട് പാടി. നിങ്ങൾക്കത് പ്രചോദനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഹക്കീം പുൽപ്പറ്റ ഒരു ഗായകൻ മാത്രമല്ല, നന്നായി ഫുട്ബോൾ കളിക്കും. ഞങ്ങളുടെ കൂടെ ടീച്ചേഴ്സിനൊപ്പം ഞങ്ങളുടെ കൂടെ കളിക്കുന്നവര് നല്ല ഫുട്ബോളും കൂടിയാണ് ഹക്കീം പുൽപ്പറ്റ എന്ന് സാന്ദർഭികമായി നടത്തിക്കൊണ്ട് എൻ്റെ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് ഞാൻ നടക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട പുൽപ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് PC അബ്ദുറഹ്മാൻ അവർക്ക് കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ അധ്യക്ഷത പറഞ്ഞിരിക്കുന്ന ബഹുമാനപ്പെട്ട MTA പ്രസിഡന്റ് റസീന, നമ്മുടെ പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ടുള്ള ഹക്കീം പുൽപ്പറ്റ ഇവിടെ സമ്മാന വിതരണം നടത്തി. അതുപോലെ നമ്മുടെ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള PK ഷാദി, പിന്നെ എക്സിക്യൂട്ടീവുകളായിട്ടുള്ള സലാം, മറ്റ് സാബിറ, അസ്മാബിയ അടക്കമുള്ള മറ്റ് എൻ്റെ സഹപ്രവർത്തകർ, വിദ്യാർത്ഥി എല്ലാവർക്കും കൃത്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയ നമ്മുടെ സ്കൂളിലെ ഉറുദു കവികളായിട്ടുള്ള സലാമാഷ് മുട്ടകടൽ അഭിനന്ദിച്ച് മനോഹരമായ ഈ പരിപാടി ഇവിടെ നടത്തിയ
ഉറുദു ക്ലബിന് ഹൃദയംഗമായ